രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പോണത് തമിഴ്നാട്ടിലോട്ടാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് തമിഴ്നാട് ട്രിപ്പ്. ഒരു ഗുമ്മിന് ട്രിപ്പ് എന്നൊക്കെയല്ലേ പറഞ്ഞു തുടങ്ങി. അതിനോട് എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. വന്നപ്പോൾ മുതൽ കേൾക്കുന്ന കാര്യമാണ് തമിഴ്നാട് ഇവിടെ തൊട്ടടുത്ത ആളേക്ക്. ഓൾറെഡി നമുക്ക് അറിയാം ഈ തമിഴ്നാട് കേരള ബോർഡറാണ്, പക്ഷെ അങ്ങനെയല്ല, തമിഴ്നാട് പോകണം, തമിഴ്നാട് പോയി ഇതെന്നെ കേൾക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ബസ് കയറി ആദ്യം ഞങ്ങൾ അവിടെ സ്റ്റാൻഡ് ഉണ്ട്, കുമിളി സ്റ്റാൻഡ്, അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് എല്ലാവരുടെ അടുത്തും തമിഴിലൊക്കെ ചോദിച്ചു, അമ്മ എങ്കിൽ കിടക്കും, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കുറച്ചുകൂടി മുന്നേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ബസ്. അങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ട് ബസ് കയറിയപ്പോൾ മുതൽ എനിക്ക് ഫസ്റ്റ് ബാക്കത്തെ ഒരു സീറ്റാണ് കിട്ടിയത്. ബാക്കത്തെ വെച്ചാൽ ഫ്രണ്ടിലത്തെ തന്നെ ഒരു ബാക്കത്തെ സീറ്റ്, മീൻസ് സൈഡത്തെ സീറ്റ്. അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓൾറെഡി എൻ്റെ ഫോണ് വലിയൊരു ക്ലാരിറ്റി ഇല്ല. അന്നേരം ഒരു അമ്മച്ചി കയറി വന്ന്, ഒരു അച്ഛമ്മ കയറി വന്നപ്പോൾ ഞാൻ നീറ്റ് അവിടെ നിൽക്കുമ്പോൾ എന്നോട് കണ്ടക്ടർ പറഞ്ഞു മുന്നിൽ സീറ്റിൽ അവിടെ പോയിരിക്കുന്നു. അങ്ങനെ ബസ്സിൻ്റെ തൊട്ട് മുന്നത്തെ സീറ്റ്. അപ്പോൾ സെറ്റ്, കുറച്ചുകൂടി നല്ല വൃത്തിക്ക് വ്യൂ ഒക്കെ പിടിക്കാൻ പറ്റി. അങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഫുൾ കാട് പോലത്തെ സ്ഥലത്ത് കൂടി ഇങ്ങനെ വന്ന് ഗ്രാമത്തിലേക്ക് എത്തി. പിന്നെ മെല്ലെ കുറച്ച് അവിടെ ഒരു ഗ്രാമം കഴിഞ്ഞൊരു കുറച്ച് 2-3-5-6 പീടിയൊക്കെ ഉള്ളൊരു സ്ഥലം വരെയൊക്കെ എത്തി. അങ്ങനെ അത് ഓരോന്നും ഞാനിങ്ങനെ ഇമജിമാണ്ട് നോക്കുകയും അതേപോലെ തന്നെ ക്യാപ്ചർ ചെയ്യുകയും ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്തു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷത്തിനെക്കാട്ടും എന്താ പറയുക, നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിന് കിട്ടുന്നൊരു ഭംഗിയുണ്ടല്ലോ, അത് വേറെയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. തമിഴ്നാട്ടുകാർ ഇതിനും ഫ്ലെക്സ് അടിക്കുന്നത് കേട്ടില്ലേ. അങ്ങനെ പോണ വയ്ക്കുന്നുണ്ട് ഒരു ഫ്ലെക്സ്. പക്ഷെ നല്ല സംഭവം രസമായിട്ട് തോന്നിയിട്ടോ, കണ്ടോ. അങ്ങനെ പിന്നെയും വണ്ടി ഇങ്ങനെ മെല്ലെ നീങ്ങി പല ടൈപ്പ് സ്ഥലങ്ങളിലെത്തി. കണ്ടോ അവിടെ അമ്പലങ്ങൾ, എവിടെ നമ്മൾ പോയി ഇത്തിരി ദൂരം പിന്നിടുമ്പോഴും അമ്പലങ്ങളാണ്. പിന്നെ കുറേ കർഷകർ ആട്ടിനെ മേയിച്ച് പോണതാ. പിന്നെ ഞാൻ എൻ്റെ വലിയ മൂക്കുത്തിയിട്ടിട്ടാണ് ഞാൻ പോയത്, തമിഴ്നാടല്ലേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗാന്ധിശില ആ സ്ഥലത്ത് ഇറങ്ങി. കമ്പം കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റോപ്പ്. പിന്നെ ഞങ്ങളിങ്ങനെ വഴി ചോദിച്ച് പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വളവളവളയും തമിഴ് പറയുന്നു കേട്ടോ. പക്ഷെ എൻ്റെ തമിഴ് വലിയ രസമൊന്നുമില്ലായിരുന്നു, എന്നാലും രസമുണ്ടായിരുന്നു. ദ ജേണി വാസ് നൈസ്. ചോദിച്ച് ഞങ്ങൾ സ്ഥലമെത്തി. നോക്കുമ്പോൾ അത് അവിടെ നിറച്ചും ചെരുപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എല്ലാവരും പോയി കുറച്ചെങ്കിലും ഒന്ന് ശാന്തമായപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് പറയാനാ, കുറേ നേരം ഞങ്ങൾ പോസ്റ്റർ കണ്ടോ ചേച്ചി മുല്ലപ്പൂക്കെ വെച്ചിട്ട്. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും മുല്ലപ്പൂവാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതിൻ്റെ അപ്പുറത്തൊരു ബജ്ജിക്കടയിൽ മൂപ്പരെന്തോ പൊതിയുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വായിൽ വെള്ളവും വെച്ച് ഇങ്ങനെ നോക്കി കുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബോറടിച്ചിരിക്കുമ്പോൾ അവിടെ തമിഴ് പത്രം കണ്ട്, എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഷോക്കി പിടിച്ച് കുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ പോസ്റ്റ് 5 അപ്പുറത്തെ പോസ്റ്റായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു ഇൻസ്റ്റയിൽ. എനിക്ക് നെറ്റൊക്കെ കുറവായതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ കുത്തിരുന്നു. ഞാൻ എൻ്റെ മൂക്ക് തേച്ച് വെറുതെ ഷോട് കേട്ടോ. നമ്മൾ ട്രിപ്പ് വന്നൊന്നുമല്ലേ, അഞ്ചുനെ ഡോക്ടറെ കാണിക്കാൻ വന്നെയാണ്. ഒക്കെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. ഫസ്റ്റ് ടൈം ഇവിടെ ഓൾറെഡി വന്ന് കാട്ടി പോയതാണ്, ഓളും അണ്ണനും കാവ്യയും കൂടി. അപ്പോൾ സെക്കൻഡ് ടൈം ഒരു രണ്ടാളും കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ ഞാനാ വന്നേ. അപ്പോൾ തമിഴ് അറിയുന്ന ഞാനും തമിഴ് അറിയാത്ത അവളും 2 മലയാളി യുവതികൾ അങ്ങനെ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് അവിടെ നോക്കിയപ്പോഴാണ് കോമഡി, അവിടെ കുറേ മലയാളികളുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നേ, സംഭവമൊക്കെ കഴിഞ്ഞ് ഡോക്ടർ മരുന്നൊക്കെ തന്ന് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്കൊരു കാറിൽ ലിഫ്റ്റ് കിട്ടി. അവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ട ഒരു ചേച്ചിയും ഹസ്ബൻഡും. അവർ കട്ടപ്പനയുള്ള ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാർ കേട്ടോ. കാരണം ഞങ്ങളെ സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞ്. എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ചപ്പം, ബസ് നിൽക്കേണ്ടത് ചോദിച്ചപ്പോൾ സ്റ്റാൻഡിലാക്കി തരാറിന്. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ എത്തുമ്പോണ്ട് ബസ് അവിടെ ലൈക്ക് സ്റ്റാൻഡിലുള്ള ഓൾറെഡി എത്തി കേട്ടോ, അവിടെ നിർത്തി തന്നാൽ മതി. പക്ഷെ അപ്പം കുമിളി ബസ് കണ്ടപ്പോൾ ഒരു പാവം അതിനെ ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിർത്തി അതിൽ കയറ്റി തന്നിട്ടാണ് പോയത്. പേരെന്താണെന്നും കൂടി അറിയാത്ത മനുഷ്യന്മാർ എന്താല്ലേ, എന്തോരം മനുഷ്യന്മാരാ, ഒരു പേര് പോലും അറിയാണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് കുമിളിക്ക് ബസ് കയറി. അങ്ങനെ കുമിളിക്ക് ബസ് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഇടത്തേക്ക് പേര് തരുന്ന എൻ്റെ ഇടത്തിൻ്റെ പേര് തരുന്ന ലോയർ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരറിയോ? ശരാ അത് പോയി എൻ്റെ ഫോണിൽ പേരെന്താ വെള്ളച്ചാട്ടത്തിൻ്റെ? ചുരുളി. കണ്ട് അത് പ്രോപ്പറാ பார்க்க முடியாது. கிலோமீட்டர் கம்மியா
ശ്രീലക്ഷ്മി. വീട് കുമിളി. കുമ്മില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സംസാരിച്ച് ലാസ്റ്റ് കുറച്ച് റെക്കോർഡ് എടുക്കുള്ളൂ. കാരണം ബസ്സല്ലേ, പിന്നെ ഡയറക്റ്റ് സംസാരിക്കുന്നതിന് സുഖം കിട്ടുമല്ലോ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ കുറേ കാര്യമൊക്കെ ചോദിച്ച് തമിഴിൽ സംസാരിച്ച് ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ പിങ്ക് ചേച്ചിക്ക് ഇപ്പോഴാണ് യൂട്യൂബിൽ വരികയെന്ന്, പിങ്ക് സാരിയുടെ ചേച്ചി. അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞ ചാനലുണ്ട് പറഞ്ഞു, ചേച്ചി എന്നോട് എവിടെ നോക്കട്ടെ ചാനൽ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് വന്ന് തമിഴ് കീബോർഡ്. മലയാളം കേട്ടാൽ മനസ്സിലാവോ? അയ്യോ, എന്റെ ചാനലിൽ മലയാളം സബ്ടൈറ്റിലൊക്കെ അല്ല, തമിഴ് സബ്ടൈറ്റിലൊക്കെ. പിന്നെന്താ നടന്നത് വെച്ചാൽ എന്നെ വീഡിയോ എടുക്കാൻ ഇവർ രണ്ടുപേരും കുറേ ഹെൽപ്പ് ചെയ്തത്. അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറ സെൻസ് ഭയങ്കര സീനാണ്. ചാനൽ ഒന്ന് പച്ചടിച്ചിട്ട് വേണം സ്വന്തമായിട്ടൊരു ക്യാമറ പേഴ്സണൊക്കെ വെക്കാൻ. അല്ലെങ്കിൽ ഇതാകണ്ടോ, ഞാൻ ക്യാമറ എടുക്കണമെന്നൊരു സുഖമല്ല, പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഒക്കെ മേടിക്കണം. എൻ്റെ ചാനലൊന്ന് ആദ്യം പച്ചടിക്കട്ടെ. அதுக்கப்புறம் ஒரு பாலம் இருக்கா? அது வழி, நம்ம போற வழி. நல்ல ഭംഗി. നമ്മ ബസ്സിൽ പോണ വഴി. ഓ അമ്മേ, അത്രയും. ഓ കാടിക്ക് പേരെന്താ? കാടിന്റെ പേര് എനിക്ക് അറിയത്തില്ല. കണ്ട് அம்மா வந்து அம்மாக்கு என்ன கண்ணு முன்னாடியே பார்க்கணும். ஆஞ்சநேயர் இந்த ஊருக்கு பேரா? ஊருக்கு பேர் இல்ல, பெண்ணுன்ற பேரு. எந்த பெண்ணு? ஆஞ்சநேயர் பேருன்னு இങ്ങനെ காணிக்கிறேன். ஒரு அங்கி மங்கி இങ്ങനെ கோயில காணிக்க. அப்ப நானு அது என்ன அம்பலமா கோவிலா? கோவில் இல்ல, குரங்கா. குரங்குக்கு என்ன சொல்லுவோம்? மங்கி. ஓ குரங்கன். மங்கின்னு சொல்றேன் நான். ஆஞ்சநேயர் பார்க்க ரொம்ப நல்லா தான் இருக்கு. ஆனா என் கேமரா வந்து ரொம்ப மோசமான இருக்கு. இது என்ன செய்யணும், அடுத்த செல்லுக்கு ஏற்றி அதுல இருந்து இவட ஏத்துனா வெளிச்சம் உண்டாகும். உங்களை ஃபேமஸ் ஆக்கத்தான் போறேன். ஆமா, இந்த மூக்குத்தி இருக்கு, உங்களுக்கு இருக்குல்ல? என்னது അവിടെ என்ன പോയി? இந்த സൈഡാ? അരുവിയോ? അയ്യോ പോയി. ഈ ബസ് അഞ്ചിൻ്റെ കൂടെ ചൈമലയ്ക്ക് ബസ് കയറി. പിന്നെ ഞങ്ങൾ ചൂടിൽ മറ്റേ മുളക് ബജ്ജി മേടിച്ച് കാപ്പി കുടിക്കണോ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണോ കൺഫ്യൂഷൻ അടിച്ച് ലാസ്റ്റ് വീട്ടിൽ പോയിട്ട് 5 അടിപൊളി കാപ്പി ഇട്ടന്ന്. അങ്ങനെ ഇന്നത്തെ തമിഴ്നാട് യാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട്. ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താ പറയുക, സാഹിത്യപരമായിട്ടൊന്നും പറയാൻ വരുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. ഐ എം സോ ഹാപ്പി. പൊള്ളി ചൂടുള്ള കാപ്പി ഊതി കുടിക്കുന്നതാണ് കുട്ടനും എനിക്കും ഭയങ്കര ഇഷ്ടം. ചൂടുള്ള കാപ്പി ഊതി കുടിക്കുന്നതാണ് എനിക്കും കുട്ടനും ഏറെ ഇഷ്ടം.